വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ദിയയിരിക്കും. മുഖത്ത് പാട് വരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല. ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് ദിയ തിരഞ്ഞെടുത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കാൻ യഥേഷ്ട മോഡലുകൾ, എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ്, ഏറ്റവും കുറഞ്ഞ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. ജോഷി സ്മാരക ഗ്രന്ഥശാലയുടെ 51ാം വാർഷികവും 78ാം സ്വാതന്ത്ര്യദിനവും ആഘോഷിച്ചു. ജോഷി സ്മാരക ഗ്രന്ഥശാലയുടെ 51ാമത് വാർഷികാഘോഷവും ഭാരതത്തിന്റെ 78ാമത് സ്വാതന്ത്ര്യദിനാഘോഷവും ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ ശ്രീ വിനോദ് കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. MV ബെന്നി മുഖ്യപ്രഭാഷണം നടത്തി. എന്നാലും നമുക്കൊരു വിശദമായൊരു വിഷയത്തെക്കുറിച്ച് അവലോകനം ചെയ്യാൻ തക്ക അന്തരീക്ഷത്തിലല്ല ഈ മീറ്റിംഗ് നടക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ എന്താണ് പറയേണ്ടതെന്നുള്ളതിനെക്കുറിച്ചുള്ള ആശയക്കുഴപ്പം ഈ സ്ഥലത്തിൻ്റെ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട. സാധാരണഗതിയിൽ എഴുത്തുകാർ ഒന്നാം തരം വായനക്കാരും കൂടെ ആയിരിക്കും. നമ്മുടെ സാധാരണഗതിയിലുള്ള എഴുത്തുകാരുടെ കാര്യമല്ല ഞാനീ പറഞ്ഞത്. വലിയ ലോകപ്രശസ്തരായ എഴുത്തുകാർ അവർ വായനയുടെ കാര്യത്തിലും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളുകളാണ്. ഇവിടെ ഈ MT വാസുദേവൻ നായർ മിനിറ്റ് വെച്ച് കണക്ക് കൂട്ടി വായിച്ച് തള്ളിയ പുസ്തകങ്ങൾ ഒട്ടും കുറവല്ല. അതെല്ലാ വലിയ എഴുത്തുകാരും അങ്ങനെ തന്നെ. സോണി കെ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. ശ്രീമതി അജിത പ്രകാശൻ SSLC അവാർഡ് വിതരണം ചെയ്തു. കൊച്ചി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി S സന്തോഷ് കുമാർ, KA സജീവൻ, TK ബാലൻ എന്നിവർ സംസാരിച്ചു. സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്ന മാഗ്ലിൻ ജാക്സൺ, ചിഞ്ചു ജേക്കബ് എന്നിവരെയും കായിക രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച ധനഞ്ജൻ, ജോമോൻ തോമസ് എന്നിവരെയും ആദരിച്ചു. രാവിലെ 8 മണിക്ക് പതാക ഉയർത്തുകയും 10 മണിക്ക് പായസ വിതരണവും നടത്തി. ന്യൂസ് ബ്യൂറോ, കൊച്ചി.